സർ, കഴിഞ്ഞ ദിവസം RBI ഗവർണർ ഒരു പുതിയ പണനയം എന്നുള്ള പേരിൽ ഒരു സംഗതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിവേഴ്സ് റിപ്പോ നിരക്ക് അങ്ങനെ എന്തോ ആണ്. ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു വാക്ക് കൂടിയാണത്. അപ്പോൾ ഇത് സാധാരണക്കാരനെ ലോൺ എടുക്കുന്നതിൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പണയ വായ്പയിലൊക്കെ ഈ പുതിയ പ്രഖ്യാപിച്ചിരിക്കുന്ന RBIയുടെ ഈ നയം സഹായകരമാവുകയാണോ? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മുടെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുക? ഈ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ കേരളത്തിൽ ഉപയോഗിക്കാതിരുന്നാൽ ഇത് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവും. കരുതൽ ധനം എന്നുള്ളതാണ് അതിന്റെ പച്ച മലയാളം. അതായത് നമ്മൾ ബാങ്കിലേക്ക് ഒരു വലിയ തുക അല്ലെങ്കിൽ ചെറിയ തുക നിക്ഷേപിച്ചാൽ അതിന്റെ ഇത്ര ശതമാനം റിസർവ് ബാങ്കിലേക്ക് കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കോ എവിടെയാകട്ടെ, എവിടെ കൊണ്ട് നിക്ഷേപിച്ചാലും അതിന്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിലേക്ക് റിസർവ് ആയിട്ട് കൊടുക്കണം. ഇതാണ് പണനയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് റിവേഴ്സ് റിപ്പോ എന്ന് പറയും, മനുഷ്യന് മനസ്സിലാകല്ലാത്ത ഭാഷയിൽ പറയും. എന്നാൽ ഇത് കരുതൽ ധനം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളൊരു നിക്ഷേപം നടത്തുമ്പോൾ അതില് 4% തുക റിസർവ് ബാങ്കിലേക്ക് കൊടുക്കണമെന്നാണ് നിലവിലുള്ള നിയമം. അത് മാറ്റി 3% മതി എന്ന് പറഞ്ഞ് കുറച്ചു. ഇത് വലിയ കുറവാണ്. നമ്മൾ നോക്കുമ്പോൾ 1% ആണെങ്കിലും ആ 1%ത്തിന്റെ കുറവ് വലിയ കുറവാണ്. ഈ 1% കുറച്ചത് 3 തവണയായിട്ടാണ്. കഴിഞ്ഞ ദിവസം 0.5% കുറച്ചു. അതിനു മുമ്പ് 2 തവണയായിട്ട് കാൽ ശതമാനം, അങ്ങനെ ടോട്ടൽ കഴിഞ്ഞ ഒരു 5-6 മാസം 7 മാസത്തിനിടയിൽ 1% കുറവ് വന്നു. ഈ 1% കുറവ് വരുന്നു എന്ന് പറയുമ്പോൾ ബാങ്കുകളുടെ കയ്യിൽ മിച്ചം വരുന്ന ആ 1% എത്രയാണെന്നറിയാമോ? 1.5 ലക്ഷം കോടി രൂപയാണ്. 1.5 ലക്ഷം കോടി. അത് മുഴുവൻ ജനങ്ങൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ കിട്ടും. ഇതാണ് പണലഭ്യത എന്ന് പറയുന്നത്. അപ്പൊ റിവേഴ്സ് റിപ്പോ നിരക്ക് കുറച്ചപ്പോ പണലഭ്യത കൂടി. ഇത് മലയാളിക്ക് എന്താ ഗുണം? ഇനി ബാങ്ക് മാനേജർമാര് മലയാളിയെ ഓടിച്ചിട്ട് പിടിച്ച് ലോൺ കൊടുക്കും. അതായത് എങ്ങനെയെങ്കിലും ഒരു ലോൺ എടുക്കുക സാറേ ഇഷ്ടംപോലെ ലോൺ ഉണ്ട് സാറേ എന്ന് പറഞ്ഞ് ബാങ്കുകാർ നമ്മളെ പുറകെ വരും. അതാണ് ഈ റിവേഴ്സ് റിപ്പോ നിരക്ക് കുറച്ചതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇനി ഇതിനേക്കാൾ വലിയ ഗുണം എന്താന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് പെട്ടെന്ന് സാമ്പത്തിക ആവശ്യം വന്ന ഉടനെ ഭർത്താവിനോട് പറഞ്ഞു വീട്ടിൽ കമ്മിറ്റി കൂടി വലിയ ലോൺ അപേക്ഷയായിട്ടൊന്നും പോകാൻ നേരമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അത്യാവശ്യം വരുന്നത്. ഇപ്പൊ കുട്ടിക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും. അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുന്നത്? സ്വർണ്ണ പണയം വെക്കും. ഈ സ്വർണ്ണ പണയം വെക്കാൻ പോകുമ്പോൾ എന്തെല്ലാം നൂലാമാലയായിരുന്നു. ഇനിയിപ്പോ ആ നൂലാമാല എല്ലാം കുറയാൻ പോവാണ്. സ്വർണ്ണപ്പണയത്തിന്റെ കാര്യത്തിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം 2.5 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണപ്പണയമാണെങ്കിൽ സ്വർണ്ണ വിലയുടെ 85% ലോൺ കൊടുക്കണം എന്നാണ്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സ്വർണ്ണപ്പണയമാണെങ്കിൽ സ്വർണ്ണ വിലയുടെ 80% വരെ ലോൺ കൊടുക്കണം. ഇനി 5 ലക്ഷത്തിന് മുകളിലുള്ള സ്വർണ്ണപ്പണയമാണെങ്കിൽ 75%, സ്വർണ്ണ വിലയുടെ 75% വരെ ലോൺ കൊടുക്കണം. ഈ കഴിഞ്ഞ നാളുകൾ വരെ സ്വർണ്ണപ്പണയത്തിന് വേറൊരു നിയമവും കൂടെ ഉണ്ടായിരുന്നു. ഈ 916 ഹാൾമാർക്ക് എന്നൊക്കെ പറയുമല്ലോ. ഈ ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണമാണെങ്കിൽ അതിന് കൂടുതൽ പണം കൊടുക്കണം. ഹാൾമാർക്ക് ഇല്ലാത്ത സാധാ നാടൻ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ മേടിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണെങ്കിൽ അതിന് വില കുറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന നിയമം. ആ നിയമം എല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പൊ എന്നതെങ്കിലും ഒരു സ്വർണ്ണം ആയാൽ മതി. അത് ഹാൾമാർക്ക് ആണെങ്കിലും കുഴപ്പമില്ല, 916 ആണെങ്കിലും കുഴപ്പമില്ല, നാട്ടിലെ തട്ടാൻ പണിത് തന്നാണെങ്കിലും കുഴപ്പമില്ല, പരമ്പരാഗതമായിട്ട് വീട്ടിൽ ഇരുന്നാണെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഇനി ഒരേ സ്വർണം എന്നുള്ള നിലയിൽ പരിഗണിക്കും. അതുപോലെ പരമാവധി സ്വർണം പണയം വെക്കാവുന്നതിന് ഒരു കണക്കുണ്ടായിരുന്നു, 1 കിലോ വരെ എന്നുള്ള. അതുപോലെ വെള്ളിയും അങ്ങനെയായിരുന്നു. പലർക്കും വെള്ളി പണയം വെക്കാമെന്നുള്ള അറിയത്ത് പോലും ഇല്ല. 1 കിലോ വെള്ളി വരെ എന്നുള്ളത് 5 കിലോ വെള്ളി വരെ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വർണ്ണപ്പണയത്തിന്റെ കാര്യത്തിലും ബാങ്ക് ലോണിന്റെ കാര്യത്തിലുമൊക്കെ ഇഷ്ടം പോലെ പണം ഇനി ജനങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു നയം മാറ്റമാണ് റിസർവ് ബാങ്ക് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് വലിയ ഗുണമാണ്. അപ്പോൾ ഇത് ലോൺ എടുത്തവർക്ക് ലോട്ടറി അടിച്ചു എന്ന് വേണേൽ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു വീട് വെക്കാൻ വേണ്ടി 25 ലക്ഷമോ അതിൽ കൂടുതലോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടവ് ഒരു വർഷത്തില് 19,000 രൂപ കുറവ് വരും. 19,000 രൂപ ഒരു വർഷം തിരിച്ചടവ് തുകയിൽ കുറവ് വരും. 25 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള വീടാണല്ലോ എല്ലാവരും വെക്കുന്നത്. അപ്പൊ വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടുള്ളവർക്കെല്ലാം ലോട്ടറി അടിച്ചു എന്ന് പറയാം. അവർക്ക് ഒരു വർഷത്തെ 19,000 രൂപ കുറവ് വരും.
തിരിച്ചടവില്. ഇനി അതല്ല, ഈ തിരിച്ചടവ് കുറവ് വരണ്ട, തവണ കുറവ് വരുത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു 5ഓ 8ഓ തവണ വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം. ആ തരത്തിലുള്ള കുറവും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പത്രവാർത്തയിലോ TV വാർത്തയിലോ വരുന്ന ഈ കാര്യങ്ങൾ വായിച്ചാൽ ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല. റിവേഴ്സ് നിരക്ക് 1% കുറച്ചു, 0.5% കുറച്ചു, അങ്ങനെ സ്വർണത്തിന്റെ പ്യൂരിറ്റി ബാൻ എടുത്തു കളഞ്ഞു. ഒരു മലയാളിക്കും ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് വിശദമായിട്ട് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വർണം പണയം വെക്കുന്നവർക്കും വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ ഈ ലോൺ എടുത്തവർക്ക് അതിന്റെ തിരിച്ചടവിന്റെ കാര്യത്തിലും വലിയ ഭാഗ്യമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു എന്നുള്ള മട്ടിൽ ബാങ്ക് മാനേജർമാരുമായിട്ട് സംസാരിക്കാനും നമ്മൾ തയ്യാറാവണം. ഇപ്പൊ സ്വർണം പണയം വെക്കാൻ ചെല്ലുമ്പം എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു ബാങ്കുകാരൻ എന്നോട് പറഞ്ഞു, സ്വർണ്ണ നാണയം തരാം, നല്ല പ്യൂരിറ്റിയാണ്, തങ്കമാണ്, ഞങ്ങളുടെ ബാങ്ക് ഇറക്കുന്നതാണ്. അപ്പം വേറൊരു ബാങ്ക് പറഞ്ഞു സ്വർണ്ണ ബിസ്ക്കറ്റ് തരാം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോ എന്റെ ഭാര്യയ്ക്ക് ഒരു മോഹം, സ്വർണത്തിന്റെ ഒരു ബിസ്ക്കറ്റും മേടിക്കാം, കഴിക്കാനല്ലെങ്കിലും കണ്ടോണ്ടിരിക്കാമല്ലോ, പിന്നെ സ്വർണത്തിന്റെ ഒരു നാണയവും മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചു. എന്നിട്ട് ഗതികേട് വന്നപ്പോ ഇതൊന്ന് പണയം വെക്കാൻ ചെന്നു. ആ സ്വർണ്ണ നാണയം മേടിച്ച അതേ ബാങ്കിൽ തന്നെ പണയം വെക്കാൻ ചെന്നപ്പോ പറയും, ഇത് എടുക്കുകയല്ലേ സാറേ. ഞാൻ പറഞ്ഞു, പിടിച്ചു തരാം, എടുക്ക, പൊങ്ങയിറങ്ങി പിടി. അതെന്താ സാർ അങ്ങനെ? അല്ല, നിങ്ങളാണ് ഈ നാണയം എനിക്ക് തന്നത്, എന്നിട്ട് നിങ്ങളുടെ ബാങ്കിൽ പണയം വെക്കാൻ വരുമ്പോ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ മര്യാദയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സർക്കാരിന്റെ നിയമമാണ്, ഇതിൽ കൊളുത്ത് പിടിപ്പിച്ച് ലോക്കറ്റ് ആക്കുവാണെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ സ്വർണ്ണ നാണയത്തെ കൊളുത്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണ നാണയത്തിന്റെ ആ ഒരു പകിട്ട് പോവുകയല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ സ്വർണ്ണ ബിസ്ക്കറ്റ് സ്വർണ്ണ ബാറാണ്. അപ്പൊ ബാങ്കിന്റെ പേര് ഞാൻ പറയുന്നില്ല. അതേ ബാങ്കിൽ, മേടിച്ച ബാങ്കിൽ തന്നെ സ്വർണ്ണ ബാർ കൊണ്ട് തിരിച്ചു കൊടുത്തപ്പോ ഇത് എടുക്കുകയല്ലേ സാറേ, ഇത് എന്തെങ്കിലും രൂപമാറ്റം വരുത്തിയാൽ. അപ്പോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. നമ്മള് കാശുള്ള കാലത്താണല്ലോ ഈ സ്വർണ്ണ നാണയവും സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് പണയം വെക്കാൻ വരുമ്പോൾ നമുക്ക് ഗതികേട് കൊണ്ടല്ലേ. അന്നേരം പിന്നെ ഇതിൽ രൂപമാറ്റവും കൂടി വരുത്താൻ നമ്മുടെ കാശുണ്ടോ? ഇല്ല. ഇപ്പൊ ആ നിയമം സർക്കാർ എടുത്തു കളഞ്ഞു. ഇപ്പൊ സ്വർണ്ണ ബിസ്ക്കറ്റും പണയം വെക്കാം, സ്വർണ്ണ നാണയവും പണയം വെക്കാം, ഏത് രൂപമാണെന്നും നോക്കണ്ട, 916 ഉണ്ടോ, ഹാൾമാർക്ക് ഉണ്ടോ, ഇതൊന്നും നോക്കണ്ട, പണയം വെക്കാം. മാത്രമല്ല 2.5 ലക്ഷത്തിന് രൂപ താഴെയാണ് നമ്മൾ പണയം വെക്കുന്നതെങ്കിൽ സ്വർണ്ണ വിലയുടെ 85% നമുക്ക് തരണമെന്നാണ് നിയമം. പിന്നെ ഇതില്ലേ, ഇനി എന്തെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഗതികേടിന് നമുക്ക് ഇത് എടുക്കാൻ പറ്റിയില്ല, ഇത് ലേലം ചെയ്യുകയാണെങ്കിൽ സ്വന്തം ജില്ലയിൽ തന്നെ ലേലം ചെയ്യണമെന്ന് പുതിയ നിയമം വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ പണയം വെച്ചത് കൊണ്ട് ഉത്തർപ്രദേശിൽ ലേലം ചെയ്താൽ നമ്മൾ ഇത് അറിയ പോലുമില്ല. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വന്തം ജില്ലയിൽ തന്നെ ലേലം ചെയ്യണം. പ്രാദേശിക പത്രത്തിൽ മലയാളത്തിൽ പരസ്യം കൊടുക്കണം, ദേശീയ പത്രത്തിലും അതോടൊപ്പം പരസ്യം കൊടുക്കണം. അങ്ങനെ പരസ്യം കൊടുത്ത് ലേലം ചെയ്തിട്ട് തുക കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, വേണ്ടത്ര തുക കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തുകയിൽ കുറവ് വരുത്താനും ബാങ്കുകൾക്ക് നിയമ അനുമതി കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വർണം പണയം വെക്കുന്നവർക്ക് ധാരാളം ആനുകൂല്യങ്ങളുണ്ട്, ബാങ്ക് ലോൺ എടുത്തവർക്ക് ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. അതൊക്കെ ബാങ്ക് മാനേജരുമായിട്ട് ചർച്ച ചെയ്യാൻ നമ്മുടെ ഉപഭോക്താക്കൾ, ഈ ചർച്ച കാണുന്ന ആൾക്കാര് ഉപഭോക്താക്കളായിട്ട് ഉണ്ടെങ്കിൽ, അതായത് ലോൺ എടുത്തവരും സ്വർണ്ണ പണയം വെച്ചവരും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ബാങ്കുകളിൽ പോയി മാനേജരുമായി സംസാരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞില്ല, കേട്ടില്ല എന്നുണ്ടെങ്കിൽ പലരും ഇത് കണ്ണടച്ച് കളയും. ബാങ്കുകാർക്ക് ഇത് നഷ്ടമാണ്, നമുക്കാണല്ലോ ലാഭം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അവകാശമാണ്, കേന്ദ്ര ഗവൺമെന്റ് തന്ന അവകാശമാണ്. അതുകൊണ്ട് ഈ അവകാശങ്ങൾ ഉണ്ടോ എന്നറിയണം. ഇപ്പൊ വീടിനൊക്കെ ലോൺ എടുത്ത 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലോൺ എടുത്ത ആൾക്കാർക്ക് ഒരു വർഷം 19,000 രൂപ കുറവ് വരിക എന്നൊക്കെ പറയുമ്പോൾ, തിരിച്ചടവിനകത്ത് 6 മാസം 8 മാസം ഇല്ലായ്മ വരിക എന്നൊക്കെ പറയുമ്പോൾ വലിയ നേട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കടുകട്ടി സാമ്പത്തിക ശാസ്ത്രമാണെന്ന് കരുതാതെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പോക്കറ്റിലേക്ക് ലാഭം കൊണ്ടുവരുന്ന, നിങ്ങളുടെ തിരിച്ചടവ് കുറവ് വരുത്തുന്ന, തവണകൾ കട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൗരന് കിട്ടിയിരിക്കുന്ന പൗരാവകാശം സർക്കാർ തന്നിരിക്കുന്നത് വാങ്ങിച്ചെടുക്കാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇപ്പോഴും എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ ഡൗട്ട് കൂടിയാണ്. ഞാനൊക്കെ പല സ്ഥലത്തും അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്റെയൊക്കെ ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാലറി അക്കൗണ്ട് ഒക്കെ വെച്ചിട്ട് ഒരു ലോണിന് ശ്രമിച്ചപ്പോൾ ഞാനൊക്കെ കുടുങ്ങിപ്പോയത് ഈ ഒരു കേസിലാണ്. അപ്പോൾ ഈ RBIയുടെ ഈ പുതിയൊരു നയപ്രകാരം സാധാരണക്കാരിൽ പലരും കുടുങ്ങിപ്പോകുന്ന ഈ സിബിൽ ഇഷ്യൂ ഏതെങ്കിലും തരത്തിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ? സിബിൽ ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും മാറ്റങ്ങൾ സർക്കാർ വരുത്തുന്നുണ്ട്. അതായത് സിവിൽ നിയമങ്ങളിലുള്ള മാറ്റം, അതില് സിബിൽ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യമൊക്കെ കാണുക, അതൊക്കെ തട്ടിപ്പാണ്.
ഈ സിവിലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കുഴയ്ക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിൽ നമുക്ക് തിരിച്ചടവ് നടത്തിയെന്നിരിക്കട്ടെ. ഇപ്പൊ സിവിൽ ഇഷ്യൂ ഉണ്ടായി, എന്നിട്ട് നമ്മൾ മുഴുവൻ തിരിച്ചടച്ചു, ക്ലീനായി എന്ന് കരുതിയാൽ ക്ലീൻ ആകുകയില്ല. ജീവിതകാലം മുഴുവൻ കിടക്കുന്ന ഒരു ബാഡ് മാർക്കാണ് സിവിൽ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് കഷ്ടകാലത്തിന് സിവിലില് കുറഞ്ഞുപോയി, സിവിൽ റേറ്റിംഗ് നമ്മൾ താഴെയാണ്, ലോൺ കിട്ടാൻ പറ്റില്ല എന്ന് വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പണം ഉണ്ടായി, ഒരു നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ല ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ വീതം കിട്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടി, നമുക്കിപ്പോ ഇഷ്ടംപോലെ പണം ഉണ്ടായാലും ഈ സിവിൽ നിയമത്തിൽ പെടുന്നത് കള്ളനാകുന്നത് ഒരുപോലെയാണെന്നൊരു ഉദാഹരണമുണ്ട്. ഇത് ഓർത്തിരിക്കുന്നത് നല്ല. അതായത് മന്ത്രി പണി പോയാൽ അയാളെ നമ്മൾ വിളിക്കുന്നത് മുൻ മന്ത്രി എന്നാണ്. MLA അടുത്ത തവണ ജയിച്ചില്ലേ മുൻ MLA, മുൻ MP എന്നൊക്കെ വിളിക്കും. പക്ഷെ കള്ളനെ എപ്പോഴെങ്കിലും മുൻ കള്ളൻ എന്ന് വിളിക്കുമോ? ഇല്ല, മുൻ കള്ളൻ എന്ന് വിളിക്കുകയല്ല. എന്ന് പറഞ്ഞ പോലെയാണ് സിവിൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് സിവിൽ ഉണ്ടാകില്ല. അത് ഒരിക്കൽ പോയതാ. അപ്പൊ നമ്മൾ പിന്നെ പണക്കാരനായിട്ട് ഗംഭീരമായിട്ട് ബാങ്കിലോട്ട് കയറി ചെന്ന് എനിക്കൊരു ലോൺ വേണമെന്ന് പറയുമ്പോൾ, സാറേ ഒരു 15 കൊല്ലം മുമ്പ് സാറിന്റെ സിവില് പോയതായിരുന്നു കേട്ടോ, അതുകൊണ്ട് സിവില് താഴെയാണ്, രക്ഷയില്ല എന്നേ പറയുള്ളൂ. അപ്പൊ സിവില് പൊക്കിക്കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് സ്വർണ്ണ പണയം എടുക്കുക, കൃത്യമായ തീയതിക്കുള്ളിൽ അത് തിരിച്ചടക്കി പുതുക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെറിയ ലോണുകൾ എടുക്കുക. 1 ലക്ഷം, ഇപ്പൊ നമുക്കൊരു 10 ലക്ഷമോ അല്ലെങ്കിൽ 50 ലക്ഷമോ 100 ലക്ഷമോ ഒക്കെ ആസ്തിയുള്ള സമയത്ത് പോയി 1 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുക. ആവശ്യമൊന്നുമില്ല. 1 ലക്ഷം രൂപയുടെ ലോൺ എടുത്താലും 1 കോടി രൂപയുടെ ലോൺ എടുത്താലും കമ്പ്യൂട്ടറിന് ഇത് ലോണെന്ന് മാത്രമേ മനസ്സിലാവൂ. കമ്പ്യൂട്ടർ ആണല്ലോ ഈ സിവിൽ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുക, കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക, വീണ്ടും ലോൺ എടുക്കുക, വീണ്ടും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ കയറി ഇറങ്ങി കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിവിൽ കയറ്റിക്കൊണ്ടുവരും. ഇങ്ങനെ ചില തന്ത്രങ്ങളല്ലാതെ സിവിലിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. പിന്നെ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം. സെറ്റിൽ ചെയ്യുക എന്ന് പറയും. ഇപ്പൊ ലോൺ സെറ്റിൽ ചെയ്യുമല്ലോ. അതായത് നമ്മളിപ്പോ ലോൺ എടുത്തു, തിരിച്ചടയ്ക്കാൻ പൈസയില്ല, മാനേജരോട് എന്ന് പറഞ്ഞു, ഇത്രയും പൈസ ഒന്നും ഉടനെ ഉണ്ടാകില്ല, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല, എന്നെ ഇടിച്ചു പിഴിഞ്ഞാൽ പോലും പൈസ കിട്ടില്ല. അപ്പൊ മാനേജർ പറയും, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇത് അങ്ങോട്ട് സെറ്റിൽ ചെയ്തേക്കാം. അതെങ്ങനെയാ? നിങ്ങൾ അടയ്ക്കുന്നതിന്റെ പകുതി തുക അടച്ചാൽ മതി, അല്ലെ 60% അല്ലെ 70% അടച്ചാൽ മതി, നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാം, സെറ്റിൽ ചെയ്തേക്കാം എന്ന് പറയും. കേൾക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്കല്ലേ എന്ന് ഓർക്കും. പക്ഷെ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു വാക്കിൽ നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്ന വരെ പിന്നെ സിവിൽ ഇല്ലാത്ത വ്യക്തിയായിട്ട് ജീവിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ മുൻ കള്ളൻ ആയിട്ട് ജീവിക്കേണ്ടി വരും. അതായത് സിവിൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇടകൂടമാണ്. അതിൽ പെട്ടാ പിന്നെ പുറത്തു ഇറക്കാൻ പറ്റില്ല. നാടൻ ഭാഷയിൽ ഞങ്ങൾ പറയുന്നത് പണ്ടത്തെ വട്ട് സോഡ എന്ന് പറയുന്ന ഒരു സോഡ ഉണ്ട്, ഈ മാടക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന. ഈ ഇതിനകത്ത് നമ്മള് വട്ടിടുമല്ലോ, ഈ വട്ട് സോഡയ്ക്കകത്ത് വട്ട അങ്ങോട്ട് ഇടാനേ പറ്റുള്ളൂ, തിരിച്ചെടുക്കാൻ കുലുങ്ങുന്നത് കാണാം, പക്ഷെ പുറത്തോട്ട് വരിക. എന്ന് പറഞ്ഞാലാണ് സിവിലിനകത്ത് പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ വട്ട് ഈ സോഡാ കുപ്പിക്കകത്ത് പെട്ട വട്ട് പോലെയാണ്. ഒരിക്കൽ സിവിലിൽ പെട്ടാ പിന്നെ പുറത്തു വരികയില്ല. അപ്പൊ അത്ര സീരിയസ് ആയിട്ടുള്ള കേസാണ്. ഞാനിതിപ്പോ ഇങ്ങനെയൊക്കെ ഉദാഹരണ സഹിതം പറയുന്നത് വെച്ചാൽ കടുകട്ടി സാമ്പത്തിക ശാസ്ത്രം മനുഷ്യന് മനസ്സിലാകില്ലാത്ത ഭാഷയെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും സിവിലിനകത്തുനിന്നും പുറത്തു വരാൻ ചില സാധ്യതകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. എന്തായാലും വ്യക്തമാണ്, RBI പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പണനയം സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം, സ്വർണ്ണപ്പണയ വായ്പയിൽ ഒരുപാട് ഇളവുകൾ ലഭിക്കുന്നു. പഴയതുപോലെ സ്വർണ്ണ നാണയങ്ങൾ ഇനി അങ്ങോട്ട് പണയം വയ്ക്കാൻ സാധിക്കുമെന്നതാണ്. അവിടെ ഒരു തടസ്സം നീങ്ങിക്കിട്ടുന്നു. ഒപ്പം ലോൺ എടുക്കാനുള്ള ചില മാർഗ തടസ്സങ്ങൾ കൂടെ നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ജയസൂര്യൻ സാർ അവസാനിപ്പിച്ചെടുത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിബിലിന്റെ ഒരു വിഷയം വരാതെ നോക്കിയാൽ സാധാരണക്കാർക്ക് ബാങ്കുകാരിൽ നിന്നും ആവശ്യം പോലെ ലോൺ ലഭിക്കും എന്നതാണ് RBIയുടെ പുതിയ പണനയം സൂചിപ്പിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.